പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ക്ലേശം സഹിക്കുന്നോർക്കും വീടു പുലർത്തുന്നോർക്കും മാതൃകയായുള്ളോരേ യേശുവിൻ സ്നേഹതാരാ പ്രാരംഭ പ്രാർത്ഥന. ഏറ്റവും പരിശുദ്ധമായ തിരുവേ കുടുംബത്തിൻ്റെ നാഥനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയെ ഞങ്ങളുടെ പിതാവും മധ്യസ്ഥനും മാർഗദർശിയുമായി ഏറ്റുപറയുന്നു. ഞങ്ങളെ അങ്ങയുടെ മക്കളായി സ്വീകരിക്കണമേ. ആപത്തുകളിലും അനർത്ഥങ്ങളിലും ആശ്രയവും സഹായവും ഉറപ്പുള്ള മധ്യസ്ഥനുമായി അങ്ങ് വർത്തിക്കുന്നുവല്ലോ. അങ്ങയുടെ ജീവിതപാതയിൽ ഒളിഞ്ഞിരിക്കുന്ന തിളക്കമാർന്ന ജീവിത വിജയരഹസ്യങ്ങൾ ഉൾക്കൊണ്ട് അങ്ങയുടെ പാത പിഞ്ചെല്ലാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഏറ്റവും ഭക്തിയോടെ അങ്ങയുടെ ജീവിതത്തെ ധ്യാനിക്കുവാനും അവിടുത്തെ ജീവിത മാതൃക സ്വന്തമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ജീവിത പാതകളിൽ സംശയ നീർക്കയത്തിൽ മുങ്ങിടാതെ കാക്കണേ. സ്നേഹവാത്സല്യതാരാ ഒന്നാം സ്ഥലം. സംശയകയത്തിൽ മുങ്ങിത്തുടിക്കുന്ന വിശുദ്ധ യൗസേപ്പ് പിതാവ്. വിശുദ്ധ യൗസേപ്പുമായി വിവാഹ നിശ്ചയം നടത്തിയ പരിശുദ്ധ മറിയം വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി കാണപ്പെട്ടു. സ്വാഭാവികമായി വിശുദ്ധ യൗസേപ്പിൽ സംശയം ജനിച്ചു. വിശുദ്ധ യൗസേപ്പിൻ്റെ കുടുംബജീവിതത്തെ തകർക്കാമായിരുന്ന നിമിഷമായിരുന്നു അത്. നീതിമാനും മറ്റുള്ളവരെ വേദനിപ്പിക്കുവാൻ ഇഷ്ടപ്പെടാത്തവനുമായ വിശുദ്ധ യൗസേപ്പ് ദൈവത്തിൽ ആശ്രയിച്ചു. സ്വപ്നത്തിൽ വിശുദ്ധ യൗസേപ്പിനോട് ദൈവം സംസാരിച്ചു. വിശുദ്ധ യൗസേപ്പ് മറിയത്തെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിരക്ത ഭർത്താവായ വിശുദ്ധ യൗസേപ്പെ, ഞങ്ങളും ജീവിതയാത്രയിൽ സംശയകയത്തിൽ മുങ്ങിത്തുടിക്കാറുണ്ട്. ജീവിത പങ്കാളിയെക്കുറിച്ചും മക്കളെക്കുറിച്ചും സഹോദരീ സഹോദരന്മാരെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും ഞങ്ങളുടെ മനസ്സിൽ കടന്നുകൂടുന്ന സംശയങ്ങളും ഭിന്നതകളും വെറുപ്പും വൈരാഗ്യവുമെല്ലാം ദൂരീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവിത പ്രശ്നങ്ങളുടെ മധ്യേ പ്രാർത്ഥനയിൽ അഭയം തേടി ദൈവേഷ്ടം ശ്രവിച്ച അങ്ങയുടെ മാതൃക സ്വന്തമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. മേരി തൻ വല്ലഭനേ
സ്നേഹതാതാ ശുദ്ധരായി ജീവിക്കുവാൻ ദാസരെ കാത്തിടണേ. ക്ലേശം സഹിക്കുന്നോർക്കും വീടുപുലർത്തുന്നോർക്കും മാതൃകയായുള്ളോരേ, യേശുവിൻ സ്നേഹതാരാ. രണ്ടാം സ്ഥലം വിശുദ്ധ യൗസേപ്പിൻ്റെ വിവാഹം ഭൂമിയിലെ സ്വർഗം. വിവാഹജീവിതക്കാരുടെ മാതൃകയും മധ്യസ്ഥനുമായ വിശുദ്ധ യൗസേപ്പെ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന എല്ലാ യുവതി യുവാക്കളെയും അങ്ങേ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിവാഹം തടസ്സപ്പെട്ട് കിടക്കുന്നവരെയും സാമ്പത്തികവും ശാരീരികവുമായ കാരണങ്ങളാൽ വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കാത്തവരെയും അനുഗ്രഹിക്കണമേ. അങ്ങ് ദൈവസ്വരം ശ്രവിച്ചതുപോലെ ഞങ്ങളും ജീവിതത്തിൽ പരസ്പരം ബഹുമാനിച്ചും അംഗീകരിച്ചും ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗതുല്യമാക്കുവാൻ പഠിപ്പിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ വളർത്തുപിതാവായ വിശുദ്ധ യോസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. കാലിത്തൊഴുത്തുന്നതിൽ ദൈവേഷ്ടം പുൽകിയോനേ, കുരിശുകൾ പേറിടുവാൻ ദാസരെ പ്രാപ്തരാക്കൂ. ക്ലേശം സഹിക്കുന്നോർക്കും വീടുപുലർത്തുന്നോർക്കും മാതൃകയായുള്ളോരേ, യേശുവിൻ സ്നേഹതാരാ. മൂന്നാം സ്ഥലം അവഗണിക്കപ്പെട്ട വിശുദ്ധ യൗസേപ്പിതാവും യേശുവിൻ്റെ കാലിത്തൊഴുത്തിലെ ജനനവും. ഉണ്ണിയേശുവിൻ്റെ ജനനത്തിനായി വേദന അനുഭവിച്ച വിശുദ്ധ യൗസേപ്പിതാവെ, ലോകരക്ഷകനെ ജന്മം നൽകുവാൻ അങ്ങ് അനുഭവിച്ച അവഗണനയും അപമാനവും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന അവഗണനയും അപമാനവും സഹിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ രക്ഷകൻ രൂപപ്പെടുന്നു എന്ന സത്യം മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വന്തക്കാരാലും ബന്ധുജനങ്ങളാലും മക്കളാലും അവഗണിക്കപ്പെടുമ്പോൾ അങ്ങയെപ്പോലെ സമചിത്തതയോടെ സഹിക്കുവാനും ദൈവപരിപാലനയിൽ അഭയം തേടുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ വളർത്തുപിതാവായ വിശുദ്ധ യോസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിനയത്തിൻ കാണിക്കയാ വരദായക ഹൃദയം നൽകി വിനയാന്വിതരായി ജീവിക്കാൻ ദാസരിൽ കനിയേണമേ. ക്ലേശം സഹിക്കുന്നോർക്കും വീടുപുലർത്തുന്നോർക്കും മാതൃകയായുള്ളോരേ, യേശുവിൻ സ്നേഹതാരാ. നാലാം സ്ഥലം വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വിനീത കാണിക്ക. പൈതലാം യേശുവിൻ പാലകനായ വിശുദ്ധ യൗസേപ്പിതാവെ, ദൈവം തന്ന മകനെ ദൈവത്തിനായി സമർപ്പിച്ച് വളർത്തിയ അങ്ങയുടെ മാതൃക പിന്തുടർന്ന് ദൈവം തന്ന മക്കളെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവമക്കളായി വളർത്തുവാൻ പഠിപ്പിക്കണമേ. അങ്ങ് ദൈവത്തിനെ കാണിക്ക അർപ്പിച്ചതുപോലെ ഞങ്ങളും കഴിവനുസരിച്ച് ദൈവത്തിന് നൽകേണ്ടത് കാണിക്കയായി നൽകി
ദൈവപ്രീതിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ വളർത്തുപിതാവായ വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ആകുലവേളകളിൽ ആപത്തിൻ വീഥികളിൽ രക്ഷാർത്ഥരായി കേഴുമ്പോ തവചാരെ തുണയേകണേ. ക്ലേശം സഹിക്കുന്നവർക്കും വീട് പുലർത്തുന്നവർക്കും മാതൃകയായുള്ളോരേ, യേശുവിൻ സ്നേഹതാരാ. അഞ്ചാം സ്ഥലം ശത്രുകരങ്ങളിൽ നിന്ന് യേശുവിനെ രക്ഷിക്കുവാനുള്ള ഈജിപ്ത് യാത്ര. ഉണ്ണിയേശോയെ ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങ് നടത്തിയ ത്യാഗപൂർണമായ ഈജിപ്ത് യാത്രയെ ഞങ്ങൾ ഓർക്കുന്നു. ആധുനിക ലോകത്തിൽ നിഷ്കളങ്ക ജീവനെ നശിപ്പിക്കുന്ന ഗർഭചിത്രങ്ങളെയും മറ്റ് തെറ്റായ ജീവിതശൈലികളെയും വെറുത്തുപേക്ഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയെപ്പോലെ ഞങ്ങളും നിഷ്കളങ്ക ജീവൻ്റെ സംരക്ഷകരും വക്താക്കളുമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ശത്രു സംഹാരമല്ല ക്രൈസ്തവൻ്റെ രക്ഷാമാർഗമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ വളർത്തുപിതാവായ വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നീതിമാനായ താതാ, സത്യത്തിൻ മാതൃകയേ, നിൻചാരെ വന്നിടുന്ന സുതരെ നീ കാത്തിടണേ. ക്ലേശം സഹിക്കുന്നവർക്കും വീട് പുലർത്തുന്നവർക്കും മാതൃകയായുള്ളോരേ, യേശുവിൻ സ്നേഹതാരാ. ആറാം സ്ഥലം നീതിമാനായ വിശുദ്ധ യൗസേപ്പിതാവ്. യൗസേപ്പിൻ്റെ നീതി മാനുഷിക നീതിയെ വെല്ലുന്നതായിരുന്നു. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാനാണ് അവൻ ആഗ്രഹിച്ചത്. എന്നാൽ കരുണ നിറഞ്ഞ സ്നേഹമായിരുന്നു യൗസേപ്പിൻ്റെ നീതി. നീതിമാനെന്ന് വിശുദ്ധ ഗ്രന്ഥം ഉദ്ഘോഷിക്കുന്ന വിശുദ്ധ യൗസേപ്പിതാവേ, അങ്ങ് ഓരോരുത്തർക്കും അർഹിക്കുന്നതിലും ഉപരിയായി നൽകുന്ന നീതിമാനായിരുന്നല്ലോ. ഞങ്ങളും കുടുംബാംഗങ്ങളും അങ്ങയെപ്പോലെ നീതിബോധത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനീതിയെയും അസത്യത്തെയും തോൽപ്പിച്ച് സത്യസന്ധതയോടെ ജീവിക്കുവാനും മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ വളർത്തുപിതാവായ വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ആശാരി ജോലി ചെയ്ത് യേശുവെ പോറ്റിയോനെ, അധ്വാന വീഥികളിൽ വിജയം പുൽകാൻ കനിയൂ. ക്ലേശം സഹിക്കുന്നവർക്കും വീട് പുലർത്തുന്നവർക്കും മാതൃകയായുള്ളോരേ, യേശുവിൻ
7-ാം സ്ഥലം തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവ്. തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവെ, ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സ്വകുടുംബത്തെ പോറ്റി വളർത്താൻ കൈത്തൊഴിൽ അങ്ങേക്ക് സഹായകമായി. ഞങ്ങളും ജീവിതത്തിൽ തൊഴിലിൻ്റെ മഹാത്മ്യം ഗ്രഹിക്കുവാനും അധ്വാനിച്ച് കുടുംബം പുലർത്തുവാനും പഠിപ്പിക്കണമേ. തൊഴിലില്ലാതെ അലയുന്നവരെയും കടബാധ്യതകളാൽ വിഷമിക്കുന്നവരെയും കുടുംബം പുലർത്തുവാൻ സാധിക്കാത്തവരെയും അവിടുത്തെ സ്നേഹമാധ്യസ്ഥം നൽകി അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. യേശു സാന്നിധ്യം സദാ, ജീവിതം ധന്യപൂർണം, ദൈവനന്മ പ്രാപിക്കാൻ സന്മാർഗം നൽകൂ താതാ. ദേശം സഹിക്കുന്നോർക്കും വീട് പുലർത്തുന്നോർക്കും മാതൃകയായുള്ളോരേ, യേശുവിൻ സ്നേഹദാതാ. 8-ാം സ്ഥലം കാണാതായ യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തുന്നു. ഉണ്ണീശോയുടെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേ പിതാവെ, നഷ്ടപ്പെട്ട യേശുവിനെ കണ്ടെത്തുവാൻ അന്വേഷിച്ചിറങ്ങിയ അങ്ങ് ദേവാലയത്തിൽ അവനെ കണ്ടെത്തിയല്ലോ. ഞങ്ങളും അനുദിന ജീവിതത്തിൽ യേശു സാന്നിധ്യം നഷ്ടപ്പെടാൻ ഇടയാകുമ്പോൾ ഈശോയെ അന്വേഷിച്ചിറങ്ങുവാനും അനുതാപത്താലും കൗദാശിക ജീവിതത്താലും യേശു സാന്നിധ്യം വീണ്ടെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയിലൂടെ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ദൈവഹിതത്തിൽ വാണ് നന്മ വിളയിക്കുവാൻ, ഭാഗ്യമരണം പൂകാൻ സൗഭാഗ്യമേകുതാതാ. ദേശം സഹിക്കുന്നോർക്കും വീട് പുലർത്തുന്നോർക്കും മാതൃകയായുള്ളോരേ, യേശുവിൻ സ്നേഹദാതാ. 9-ാം സ്ഥലം നന്മരണ മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവ്. ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റിയതിനു ശേഷം യേശുവിൻ്റെയും മറിയത്തിൻ്റെയും പരിചരണങ്ങളേറ്റ് യൗസേപ്പ് നന്മരണം പ്രാപിച്ചു. ലോകരക്ഷകൻ്റെ മടിയിൽ തലവെച്ച് കനിയാമറിയത്തിൻ്റെ പരിചരണങ്ങളേറ്റ് മരണം വരിക്കുക എത്ര ഭാഗ്യമുള്ളതാണ്. നന്മരണ മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങളും അങ്ങയെപ്പോലെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം വിശ്വസ്തതാപൂർവം നിറവേറ്റിയും ദൈവത്തിരുമനസ്സനുസരിച്ച് ജീവിച്ചും ഈ ലോക ജീവിതം അനുഗ്രഹീതമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്മരണത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. മരണാസന്നദ്ധരായ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മരണ മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവേ, മരണസമയത്ത് ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. യൗസേപ്പുതാതൻ തന്നിൽ
അഭയം തേടും മക്കൾ തൻ ക്ലേശങ്ങൾ നീക്കിടുവാൻ പ്രാർത്ഥിക്ക നിത്യവും നീ. ക്ലേശം സഹിക്കുന്നോർക്കും വീടുപുലർത്തുന്നോർക്കും മാതൃകയായുള്ളോരേ, യേശുവിൻ സ്നേഹത്താലാ. 10-ാം സ്ഥലം യൗസേപ്പിൻ്റെ പക്കൽ പോകുവിൻ. യൗസേപ്പിൻ്റെ പക്കൽ പോകുവിനെന്ന് പൂർവ്വ യൗസേപ്പിലൂടെ മുൻകൂട്ടി വെളിവാക്കപ്പെട്ടതുപോലെ പീഡിതരുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയാണ്. ഞങ്ങളുടെ ആവശ്യങ്ങളിലും വേദനകളിലും അങ്ങയുടെ പക്കൽ എത്താൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത അങ്ങേ പക്കൽ ഓടി വരാനും പ്രതിസന്ധികൾ പരിഹരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിന്റെ വളർത്തു പിതാവായ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ലില്ലിപ്പൂ കയ്യിൽ ചൂടി ഉണ്ണിയെ മാറിൽ ചേർത്ത ഏഴകൾ കാലംബമാ എന്നെന്നും വാഴുന്നോനേ. ആശാരി ജോലി ചെയ്ത് ഈശോയെ പോറ്റിയോനേ, ആശയോടണയുന്ന ആശ്രിതരെ കാക്കണേ. ക്ലേശം സഹിക്കുന്നോർക്കും വീടുപുലർത്തുന്നോർക്കും മാതൃകയായുള്ളോരേ, യേശുവിൻ സ്നേഹത്താലാ. ആത്മാവിലും ശരീരത്തിലും ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കുന്നവർക്ക് വിശുദ്ധി പാലിക്കുന്നവർക്ക് ഈ ലോകത്തിൽ സൗഭാഗ്യവും പരലോകത്തിൽ ദൈവദർശനവും വാഗ്ദാനം ചെയ്ത കർത്താവേ, അങ്ങയെ വളർത്തു പിതാവായ മാർ യൗസേപ്പിന്റെ മാതൃക അനുസരിച്ച് വിനയത്തിലും വിശുദ്ധിയിലും വളരാനും ജീവിത ക്ലേശങ്ങൾ സന്തോഷപൂർവം സ്വീകരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ പാത പിൻചെന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ദാനങ്ങളും നൽകണമേ. ഈ പിതാപാതയിൽ ത്യാഗപൂർവം പങ്കെടുത്ത മക്കൾക്ക് വേണ്ടി ഈശോയുടെ തിരുമുമ്പിൽ അങ്ങ് മാധ്യസ്ഥമേകണമേ. ആമേൻ. ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവം തിരഞ്ഞെടുത്ത തിരുക്കുടുംബത്തിൻ്റെ തലവനും മഹത്വമുള്ളവനുമായ വിശ്വസേപ്പേ, ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു. നിത്യകനിയായ മറിയത്തിൻ്റെ വിരക്ത ഭർത്താവും മനുഷ്യനായ വിരിച്ച ദൈവത്തിൻ്റെ വളർത്തു പിതാവും ആഗോള സഭയുടെ സാർവത്രിക മധ്യസ്ഥനുമായ വിശ്വസേപ്പേ, അങ്ങയുടെ സ്നേഹസംരക്ഷണം ആവശ്യപ്പെടുകയോ അങ്ങയുടെ സഹായം യാചിക്കുകയോ ചെയ്തൊരാരും പുറന്തള്ളപ്പെട്ടിട്ടില്ല. ഈ സജീവിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങയെ പക്കൽ അഭയം തേടുന്നു. നീതിമാനെന്ന് പേരറിയപ്പെടുന്ന വിശ്വസേപ്പേ, ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥ, ഭൂമിയിൽ സമരം ചെയ്ത മക്കളുടെ സങ്കടങ്ങളും വേദനകളും ഒപ്പിയെടുക്കുവാൻ ഇറങ്ങി വരണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ
ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. യൗസേപ്പിന്റെ പക്കൽ പോകുവിനെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന സർവശക്തനായ ദൈവമേ, കണ്ണുനീരിന് താഴ്വരയിലുള്ള ഈ മക്കളുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും വിശുദ്ധ യൗസേപ്പിന്റെ മധ്യസ്ഥത്താൽ സാധിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുസഭയാകുന്ന വലിയ കുടുംബത്തിൻ്റെ സംരക്ഷകനും ഞങ്ങളുടെ മധ്യസ്ഥനുമായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങളുടെ ഇടവകയും കുടുംബങ്ങളെയും അങ്ങയുടെ സംരക്ഷണത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിജയപ്രദവും സമാധാനപൂർവ്വമായ ജീവിതം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബത്തെ പോറ്റുവാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സർവ്വകഴിവോടും കൂടി ശുശ്രൂഷ ചെയ്ത വിശ്വാസ പിതാവേ, ദൈവസാന്നിധ്യത്തെ മുറുകെ പിടിച്ച് നല്ല മനസ്സോടെ ഗുണം പുലർത്തുവാൻ ആവശ്യമായ വിശുദ്ധിയും വിവേകവും തരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിതസത്യങ്ങളെ വിവേചിച്ചറിയുവാനും പ്രതിബന്ധങ്ങളെ ഉചിതമായി തരണം ചെയ്യുവാനും ഞങ്ങളെ പഠിപ്പിച്ച വിശുദ്ധ പിതാവേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ കുടുംബ പ്രശ്നങ്ങളെ ഉചിതമായി തരണം ചെയ്യുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. കുടിയേറ്റക്കാരുടെ മധ്യസ്ഥനായ വിശ്വാസ പിതാവേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവവിശ്വാസവും മാന്യതയും മുറുകെ പിടിച്ച് അധ്വാനിച്ച് വിജയം നേടുവാൻ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. എല്ലാ തൊഴിലാളികളുടെയും സാരഥ്യ മധ്യസ്ഥനായ വിശ്വാസ പിതാവേ, അങ്ങയെപ്പോലെ തൊഴിലിൻ്റെ മാഹാത്മ്യം ഗ്രഹിച്ച് തൊഴിലിനോട് നീതി പുലർത്തി രാജ്യപുരോഗതിക്കും കുടുംബക്ഷേമത്തിനും വേണ്ടി വിശുദ്ധിയോട് ജോലി ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. മക്കളില്ലാത്ത ദമ്പതികളുടെ വേദന അറിയുന്ന വിശ്വാസ പിതാവേ, അങ്ങയിൽ അഭയം തേടിയിരിക്കുന്ന ഈ ദമ്പതിമാരെ അങ്ങയെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവർക്ക് നല്ല മക്കളെ നൽകി സംതൃപ്തരാക്കണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ഈ ലോകത്തിൽ വിരക്ത ജീവിതം കഴിച്ച വിശ്വാസ പിതാവേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് വിശുദ്ധി എന്ന പുണ്യം പാലിതനുമായി ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥിക്കാം. മഹത്വമേറിയ വിശ്വാസ പിതാവേ, ഈശോ മിശിഹായുടെ വിശ്വസ്ത സംരക്ഷക, അങ്ങേ പക്കലേക്ക് ഞങ്ങളെ ഹൃദയങ്ങളും കരങ്ങളും ഉയർത്തുന്നു. ദൈവസിംഹാസനത്തിന് മുമ്പിൽ അങ്ങയുടെ വാശക്തി വലുതാണല്ലോ. ഞങ്ങൾക്ക് ആദ്യവും മതിയുമായ എല്ലാ അനുഗ്രഹങ്ങളും ദയാപൂർവ്വ ഈശോയുടെ നിന്ന് വാങ്ങി തരണമേ. ഈശോയോട് അങ്ങേക്കുള്ള സ്നേഹത്തെ പ്രതിയും ഈശോയുടെ തിരുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയും ഈശോയോട് അങ്ങേക്കുള്ള സ്നേഹത്തെ കുറിച്ചും ഈശോയുടെ തിരുനാമത്തിന് വേണ്ടിയും ഈശോയോട് അങ്ങേക്കുള്ള സ്നേഹത്തെ പ്രതിയും ഈശോയുടെ തിരുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയും ഈശോ മറിയം ഔസേപ്പേം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥവും നാം എല്ലാവരും കൂടെ ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.